Hi dears. If എന്ന് പറയുന്ന പോയം അല്ലേ, ഇമ്പോർട്ടൻറ്റ് പോയമാണ്. അതിനൊരു ക്വിക്ക് സമ്മറി നമുക്ക് പോയിന്റ് വൈസ് ആയിട്ടൊന്ന് പഠിച്ചു നോക്കിയാലോ. യെസ്, ഇഫ് ഇസ് എ മോട്ടിവേഷണൽ പോയം ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്. റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന പേര് ഓർത്തു വെക്കണം, നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം. പ്രത്യേകിച്ച് പോയറ്റ്സിന്റെ പേര്, അതുപോലെ ഓതേഴ്സിന്റെ പേര് നമ്മൾ എന്തായാലും ഓർത്തു വെക്കണം. അപ്പോൾ റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ആളുടെ ഒരു പോമാണ് ഏത്, ഇഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ടു ബിക്കം എൻ ഐഡിയൽ സിറ്റിസൺ. എങ്ങനെ നമുക്ക് നല്ലൊരു ഐഡിയൽ സിറ്റിസൺ ആവാം, ഐഡിയൽ ആയിട്ടുള്ള ഒരു സിറ്റിസൺ എങ്ങനെയാവാം, പൗരനാവാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ദ പോയം ഇസ് ഇൻ ദ ഫോം ഓഫ് ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ എ ഫാദർ ടു ഹിസ് ചൈൽഡ്. ഒരു അച്ഛൻ മകനോട് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് പോയം എഴുതപ്പെട്ടിട്ടുള്ളത്. റെഡി അല്ലേ? പോയം എഴുതപ്പെട്ടിട്ടുള്ളത് അച്ഛൻ മകനോട് പറയുന്ന ഉപദേശമായിട്ടാണ്, ഓക്കെ, നിർദ്ദേശങ്ങളായിട്ടാണ് പറയുന്നത്. ദ നീഡ് ടു ഹാവ് സെൽഫ് കോൺഫിഡൻസ്. അപ്പൊ ആദ്യത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ആദ്യം പോയറ്റ് ആരാന്ന് പറഞ്ഞു, പോയം എന്താണെന്ന് പറഞ്ഞു, അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഓർത്ത് വെക്കണം. അപ്പോൾ വി നീഡ് ടു ഹാവ് സെൽഫ് കോൺഫിഡൻസ് ടു ഫേസ് ടഫ് സിറ്റുവേഷൻസ് ഇൻ ലൈഫ്. നമുക്ക് ജീവിതത്തിൽ പ്രയാസമുള്ള സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? സെൽഫ് കോൺഫിഡൻസ് അത്യാവശ്യമാണെന്നാണ് പോയിന്റ് പറയുന്നത്. വി നീഡ് ടു ഹാവ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം അത്യാവശ്യമാണ് ടഫ് സിറ്റുവേഷൻസിനെ നേരിടാൻ. വി നീഡ് ടു ഹാവ് ഫെയ്ത്ത് ഇൻ അവർ സെൽസ്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു നല്ല വിശ്വാസം ഉണ്ടാവണം. ഈവൻ ഇഫ് അതേഴ്സ് ഡു നോട്ട് ബിലീവ് us. മറ്റുള്ളവരെ നമ്മളെ വിശ്വസിക്കാത്ത സമയത്ത് പോലും, ബിലീവ് ചെയ്യാത്ത സമയത്ത് പോലും നമുക്ക് നമ്മുടെ ഉള്ളിൽ നല്ല വിശ്വാസം ഫെയ്ത്ത് ഉണ്ടാവണം. ഓക്കെ, നമ്മളിൽ നല്ല വിശ്വാസം ഉണ്ടാവണം. നമ്മളെ മറ്റുള്ളവരൊക്കെ വിശ്വസിക്കാത്ത സമയത്തും നമുക്ക് നല്ല വിശ്വാസം നമ്മളിൽ ഉണ്ടാവും. എന്നെ കൊണ്ട് പറ്റൂടാ പ്ലസ് ടു പാസ്സാവാൻ എന്നൊക്കെ ആളുകൾക്ക് സംശയം ഉണ്ടാവുന്ന സമയത്തും അങ്ങനെ തന്നെയാണോ എന്നല്ല, എനിക്ക് എൻ്റെ ഉള്ളിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാവണം, എന്നെ കൊണ്ട് പറ്റും. We need to have faith in ourselves. We should be patient. നമുക്ക് കുറച്ച് ക്ഷമ വേണം while dealing with the different kinds of people. പല ജാതി ആളുകളെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് അല്ലെ ജീവിതത്തിൽ. നമുക്ക് ചുറ്റിലും ഒരുപാട് ടൈപ്പ് ആളുകളാണ്. അവരൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്ഷമ വേണമെന്ന് പറയുന്നു. We should hold on to truth whatever may be. എന്ന് വെച്ചാൽ എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും എല്ലാ ആളുകൾക്കും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ സത്യത്തെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കുക തന്നെ വേണം. ഇറ്റ് ഈസ് ഗുഡ് ടു ഡു സെൽഫ് ഇവാലുവേഷൻ. നല്ലതാണ് എന്ത് ചെയ്യുന്നത്? സെൽഫ് ഇവാലുവേഷൻ ചെയ്യുന്നത് നല്ലതാണ്. എന്താ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. ഓക്കെ, ഇനിയോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാത്രം ശരിയെന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. നമുക്ക് ചിലപ്പോൾ തെറ്റുകളൊക്കെ പറ്റാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് ഇവാലുവേഷൻ നടത്തി നോക്കണം. വി ഷുഡ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ആക്ഷൻസ് റാദർ ദാൻ വേർഡ്സ്. വാക്കുകളെക്കാൾ പ്രധാനം നമ്മൾ എന്തിനു കൊടുക്കണം? പ്രവർത്തികൾക്ക് കൊടുക്കണം. ഡ്രീം ബിഗ് ആൻഡ് ട്രൈ ടു അച്ചീവ് ഇറ്റ്. വലിയ സ്വപ്നങ്ങൾ കാണുക, അതിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബട്ട് വി ഷുഡ് നോട്ട് ബി ദ സ്ലേവ്സ് ഓഫ് അവർ ഡ്രീംസ്. സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഡ്രീംസിന്റെയും തോട്ട്സിന്റെയും സ്വന്തം ആളായിട്ട് മാറരുത്. എന്ന് വെച്ചാൽ വെറും സ്വപ്നം കാണുന്ന ആളുകളായിട്ട്, അതിന്റെ സ്ലേവ്സ് ആയിട്ട് മാറരുത്. ഓക്കെ, വി നീഡ് ടു ടേക്ക് സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് ഇൻ ദ സെയിം വേ. അടുത്ത പോയിന്റ്, വി നീഡ് ടു ടേക്ക് സക്സസ് ആൻഡ് ഫെയിലിയർ ഇൻ ദ സെയിം വേ. വിജയവും പരാജയത്തെയും ഒരുപോലെ നമുക്ക് കൊണ്ടുവെടുക്കാൻ പറ്റണം, ബാലൻസ് ആയിട്ട് കൊണ്ടുവെടുക്കാം. വിജയിക്കുന്ന സമയത്ത് അതിയായ ആഹ്ലാദിക്കുക, അതുപോലെ തന്നെ പരാജയപ്പെടുമ്പോൾ വല്ലാതെ ഡെസ്പറേറ്റ് ആയിട്ട് പോവുക. അതല്ല, രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ബി വൺ ഇമോഷണലി ബാലൻസ്ഡ് പേഴ്സൺ. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇമോഷണലി ബാലൻസ്ഡ് പേഴ്സൺ ആവാൻ പറ്റും. അല്ലാതെ പെട്ടെന്ന് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടപ്പെടുന്ന, പെട്ടെന്ന് സന്തോഷത്തിലാവുന്ന, അങ്ങനെയല്ല. എല്ലാത്തിനും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റണം. ഇമോഷണലി ബാലൻസ്ഡ് പേഴ്സൺ ആവണം. മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ടൈം ആൻഡ് ഈച്ച് സെക്കൻഡ് ഇസ് പ്രഷ്യസ്. സമയത്തിനെ ഏറ്റവും കൃത്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അലസമായിട്ടിരുന്നിട്ട് സമയം ഒരുപാട് പാഴാക്കിയിട്ട് അവസാനം നമ്മൾ ഖേദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത് മോനെ എന്നാണ് അച്ഛൻ പറയുന്നത്. മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ടൈം, ഈച്ച് സെക്കൻഡ് ഇസ് പ്രഷ്യസ്. ഓരോ സമയം നമുക്ക് തിരിച്ചു കിട്ടാത്തതാണ് അല്ലെ. വി ഷുഡ് ട്രീറ്റ് എവ്രി വൺ ഈക്വലി. എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എബവ് ഓൾ വി ഷുഡ് ഫൊർഗിവ് പീപ്പിൾ. ഇതിനൊക്കെ ഉപരി നമ്മൾ ആളുകളോട് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം, ഫൊർഗിവ് ചെയ്യാൻ പഠിക്കണം. ദെൻ വി വിൽ ബിക്കം ട്രൂ മാൻ. അപ്പൊ അങ്ങനെ അച്ഛൻ പറയുന്നത് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നീ ചെയ്യുകയാണെങ്കിൽ, ഇഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇഫ് യു ഡു ദിസ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ അവസാനം അദ്ദേഹം പറയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് നീ എങ്കിൽ യു വിൽ ബിക്കം എ ട്രൂ ഹ്യൂമൻ ബീങ്. നീ ആരായിട്ട് മാറും? നല്ലൊരു വ്യക്തിയായിട്ട് മാറും. ഇതാണ് അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് നിന്ന് ചോദിക്കുന്ന പോയറ്റിക് ഡിവൈസസ് നോക്കാം. ഏതാണ്? ലൈൻസ് നോക്കാം. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് എന്ന് പറയുന്ന ആ ലൈന്, ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് എന്ന് പറയുന്നത് മെറ്റഫർ ആണ്. ഓക്കെ, അതങ്ങനെ ഫീഡ് ചെയ്ത് നോക്ക്. ആ ലൈന് കണ്ടാൽ മെറ്റഫർ ആണ്. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ അറിയാം. മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, ഡ്രീംസിനെ മാസ്റ്റർ ഒക്കെ ആക്കി പറയുമ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് പറയാം?
പെർസോണിഫിക്കേഷൻ ആണ്. ഹ്യൂമൻ ബീയിങ്ങിന്റെ ക്വാളിറ്റി ജീവനില്ലാത്ത ഡ്രീമിന്റെ ക്വാളിറ്റി ആക്കി പറഞ്ഞിരിക്കുന്നു. സോ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പെർസോണിഫിക്കേഷൻ എന്ന് പറയാം. നെക്സ്റ്റ്, ഇഫ് യു ക്യാൻ ബിയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നെയിംസ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ദ ഫൂൾസ്. നെയിംസ് എന്ന് പറയുന്നത് ഡിസോണസ്റ്റ് പീപ്പിൾ എന്നർത്ഥം. നെയിംസ് എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ എന്ന് വെച്ചാൽ അവിടെ ലൈനിന്റെ മീനിങ് ഇതാണ്, നിനക്ക് കേൾക്കാനുള്ള ശക്തി ഉണ്ടാവണം, ക്ഷമയുണ്ടാവണം. എന്ത്? നീ പറഞ്ഞ സത്യത്തെ വളച്ചൊടിച്ച് മണ്ടന്മാർക്ക് അല്ലെങ്കിൽ ഡിസോണസ്റ്റ് പേഴ്സണ്, ട്വിസ്റ്റഡ് ബൈ ദ നെയിംസ്, ഡിസോണസ്റ്റ് പേഴ്സൺസ് ട്വിസ്റ്റ് ചെയ്യും, അതിനെ വളച്ചൊടിച്ചിട്ട് ആളുകളെ കേൾപ്പിക്കും അല്ലെങ്കിൽ ഫൂൾസിനെ വിശ്വസിപ്പിക്കും. ഈ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടില്ലേ, നേതാക്കന്മാരൊക്കെ പറയുന്ന ഏതെങ്കിലുമൊക്കെ ക്ലിപ്പിങ്ങൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഒരു പരിപാടി. വിഡ്ഢികളാണ് അതിൽ വീണു പോവുക അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ നീ പറഞ്ഞ സത്യത്തെ വളച്ചൊടിച്ചിട്ട് നെയ്ബ്സ് എന്ത് ചെയ്യും? നെയ്ബ്സ് എന്ന് പറഞ്ഞ ഡിസോണസ്റ്റ് പീപ്പിൾ എന്ത് ചെയ്യും? വിഡ്ഢികൾക്കുള്ള വിഭവമായി അവർ വിളമ്പും. ഓക്കെ, ആ സമയത്ത് നീ വിഷമിക്കരുത് എന്നാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതിനെ നീ എന്താ പറയാ ബിയർ ചെയ്യാൻ സാധിക്കണം നിനക്ക്, അതിനെ തൊലിക്കട്ടിയോടുകൂടി നേരിടാൻ നിനക്ക് സാധിക്കണം. ഓക്കെ, നീ നിന്റെ സത്യത്തിൽ നിന്ന് ഉറച്ചു നിൽക്കണം എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. ഇവിടെ നെയ്വ്സ് എന്ന് പറയുന്ന ഭാഗം, നെയ്വ്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയക്കാരാവാം, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ, നമ്മുടെ ചാനലിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അതോറിറ്റീസ്, ഗവൺമെന്റ് ആവാം, ഓക്കെ, പോലീസ് ആവാം. അപ്പൊ ആരാവാം. അപ്പൊ ആ ഒരു കാര്യത്തെ നെയ്വ്സ് എന്ന വേർഡിലൂടെ സിംബോളൈസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. സോ ആ ലൈന് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കാം. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ, ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. നിനക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എന്താ പറയാ, ഡ്രീം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നീ സ്വപ്നം കാണണം, ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ നീ ചിന്തിക്കണം, പക്ഷെ അതിന്റെ ഒന്നും അടിമയായിട്ട് നീ എന്ത് ചെയ്യരുത്, മാറരുതെന്ന് പറയുന്ന ആ ലൈൻസ് അതൊന്ന് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ലൈൻസ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ ലൈൻസിനെ നമ്മൾ എങ്ങനെയാ ഇലാബറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഇത് ഇന്ന പോയത്തിൽ നിന്നാണ്, ഇഫ് എന്ന് പറയുന്ന റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ പോയത്തിൽ നിന്നാണ് എടുത്തത്. ആ പോയത്തിന്റെ ഒരു എന്താ പറയാ വൺ ലൈൻ തീം, ഇറ്റ് ഇസ് അബൌട്ട് ഹൗ ടു ബിക്കം ആൻ ഐഡിയൽ സിറ്റിസൺ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. എന്നിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിന്റെ ഒരു വിശദീകരണം കൊടുത്താൽ മതി. ബട്ട് വി ഷുഡ് നോട്ട് ബി സ്ലേവ്സ് ടു അവർ ഡ്രീംസ് ആൻഡ് തോട്ട്സ്. ഇഫ് യു ക്യാൻ ഡ്രീം, യു ക്യാൻ ഡ്രീം, ബട്ട് യു ഷുഡ് നോട്ട് ബിക്കം ദ സ്ലേവ്സ് ഓഫ് യുവർ ഡ്രീംസ്. ഇഫ് യു ക്യാൻ തിങ്ക്, യു ക്യാൻ തിങ്ക്, ബട്ട് യു ഷുഡ് നോട്ട് ബിക്കം ദ സ്ലേവ് ഓഫ് യുവർ തോട്ട്സ്. ഇതാണ് ആ ലൈന് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾ നോക്കുക, അതിനകത്ത് വല്ല പേഴ്സോണിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനുണ്ട്, പേഴ്സോണിഫിക്കേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിനടുത്ത ലൈനായിട്ട് പറയാം, ദിസ് ലൈൻ ഇസ് എൻ എക്സലന്റ് എക്സാമ്പിൾ ഫോർ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ 3 മാർക്കിനൊക്കെ ആയിരിക്കും ചോദ്യം ഉണ്ടാവുക. അടിപൊളിയായി. ഓക്കെ, 4 മാർക്കിനോ 3 മാർക്കിനായിരിക്കും വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഫ് എന്ന് പറയുന്ന പോയം. പോയിന്റ്സ് നിങ്ങൾക്ക് നോക്കി വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള അപ്രീസിയേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് തന്നെ എഴുതി വെക്കാം. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലൈൻസ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് എഴുതാം. ഓക്കെ, താങ്ക് യു.